എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ ജനൈയെ പറ്റി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിവേ ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് എ ഐയുടെ ഒരു പുതിയ വേരിയൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അത് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതറിയാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം കണ്ടൻറ്റ്, അതായത് ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഓഡിയോ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ബ്ലോഗ്സ്, അല്ലെ കണ്ടൻറ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ പ്രോഗ്രാം കോഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പം നമുക്ക് ഈ ജനൈ ചാറ്റ് GPT പോലുള്ള ജനൈ ടൂൾസിനെ ഉപയോഗിക്കാം. നമ്മൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജനൈയെ പറ്റിയുള്ള വീഡിയോ കാണുക. എനിവേ, ഇന്നത്തെ ആസ് ഓഫ് നൗ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജനൈ ടൂൾ എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT ആണ്. പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ്, ഗൂഗിളിൻ്റെ ജെമിനിയും ഒക്കെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ വേ, ഈ ഗൂഗിളിൻ്റെ ജെമിനിയുടെ നേരത്തെയുള്ള പേര് ബാർഡ് എന്നായിരുന്നു. അത് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിലെ ഒന്നോ അതിൽ കൂടുതലോ ജനൈ ടൂൾസ് നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. അതെ, ഇന്നത്തെ ഈ കാലത്ത് ഒരുപാട് ആൾക്കാർ ഈ ചാറ്റ് GPT പോലെയുള്ള AI ടൂൾസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഉപയോഗിക്കുന്നവരാരും അതിനത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സ് അവർക്ക് ലഭിക്കുന്നില്ല. അഥവാ അത് ലഭിച്ചാൽ തന്നെ അത് ശരിക്കും വളരെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത്, അല്ലേ? ശരിയാണ്. അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് അല്ല അത് തരുന്നതെങ്കിൽ നമുക്ക് നിരാശയുണ്ടാവും. അപ്പം നോർമലി ഒരാൾ പറയുന്നത് ഈ ജനൈ ഒന്നും അത്ര ഗുണമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ കംപ്ലൈൻറ്റിൽ കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ അടുത്ത കാലത്ത് ഇപ്പം ഈ ഗൂഗിളിൻ്റെ ജെമിനിയെ പറ്റിയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഒക്കെ, അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ റോങ് ആയിട്ട് തന്ന കേസൊക്കെ ഉണ്ടായത് വളരെ ക്രിറ്റിസിസം ഉണ്ടാക്കി. ഈവൻ സുന്ദർ പിച്ചായി, അതായത് ഗൂഗിളിൻ്റെ ഇന്ത്യൻ ബോൺ CEO രാജിവെക്കണമെന്ന് വരെ ആവശ്യങ്ങൾ ഉയർന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പം ഇങ്ങനെ ഇതിനകത്ത് ഇൻഹറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഫോർ എക്സാമ്പിൾ AI ഉപയോഗിക്കുന്ന ടെക് പ്ലാറ്റ്ഫോംസിനോട് ഒരു അഡ്വൈസറി കൊടുത്തിട്ടുണ്ട്. അതായത് അവർ ലേബിൾ ചെയ്യണം. അതായത് AIസിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അത് തരുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് ഒന്നും പൂർണ്ണമായിട്ട് റിലയബിൾ ആയിരിക്കില്ല എന്നുള്ളൊരു ലേബലിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിവേ, അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ, അതായത് പ്രോംപ്റ്റ്സ് അതിനോട് അതിനെ എങ്ങനെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ടല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരമോ ഔട്ട്പുട്ടോ കിട്ടാത്തതെന്നുള്ളതാണ് കൂടുതൽ സത്യമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഇവിടെയാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ പുതിയ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഒരു ശാഖ വളർന്നു വരുന്നത്. അതായത് ഈ ജനൈയുടെ ഫുൾ പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഈ പ്രോംപ്റ്റ് എന്താണ്? പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു ചോദ്യം. നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നതിന് അല്ലെങ്കിൽ പിന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് ചോദിക്കുമ്പോഴാണ് ഈ ജനൈ പോലുള്ള ടൂൾസ് നമുക്ക് കറക്റ്റായിട്ട് ഉള്ള ആൻസേഴ്സ് തരുന്നത്. അപ്പം അത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിൻസിൽ നമ്മളിപ്പം നമ്മളെല്ലാം സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൊക്കെ
എത്ര കറക്റ്റാണോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവിടുന്ന് ഈ കണ്ടൻസൊക്കെ കിട്ടുന്നത്, ലിങ്ക്സ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രോംസും ഈ ജനകീയയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് ഇപ്പം പട്ടികളെ പറ്റി പറയാമോ എന്നൊരു ചോദ്യം ചോദിക്കുക. ഒരു വളരെ ജനറിക് വേഗായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ജനയെ എന്ത് ചെയ്യും? അത് കൺഫ്യൂസ്ഡ് ആവും, അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആൻസർ പറയും. അതേസമയം നമ്മൾ ചോദിക്കുകയാണ്, അതായത് ലോകത്തിലെ വളരെ ബുദ്ധിയുള്ള 5 ബ്രീഡുകളെ പറ്റി, ഡോഗ്സിൻ്റെ ബ്രീഡുകളെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ ഇതായിട്ട് 5 ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോഗുകളെ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ പറ്റി അത് വിവരിക്കും. അതാണ് ഈ പ്രോംപ്റ്റ് എൻജിനീയറിങ്. സെക്കൻഡ് കേസിലാണ് പ്രോംപ്റ്റ് എൻജിനീയറിങ്ങിൻ്റെ ഉപയോഗം ഉണ്ടാകുന്നത്. പ്രോംപ്റ്റ് എൻജിനീയറിങ്ങിലാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ ആദ്യം പറഞ്ഞ ജനറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയ്ഗായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ഉത്തരവും അതുപോലെ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം വളരെ സ്പെസിഫിക് ആണ്. ചോദ്യം ചോദിക്കുന്നതിന് സ്പെസിഫിക് ആയിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് എൻജിനീയറിംഗ് എന്ന വേർഡ് യൂസ് ചെയ്തല്ലോ, അതെന്താണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. ഈ പ്രോംപ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രോംപ്റ്റുകളെ കൂടുതൽ സ്ട്രക്ചറലായിട്ട് ഡിസൈൻ ചെയ്യുന്ന പ്രക്രിയക്കാണ് പ്രോംപ്റ്റ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇപ്പം ഈ IT ഡൊമൈനിൽ വളർന്നു വരുന്ന വളരെ അധികം ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു ശാഖയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രോംപ്റ്റ് എൻജിനീയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ പ്രോംപ്റ്റ് എൻജിനീയറിംഗ്. പ്രോംപ്റ്റ് എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ജനൈ ഉപയോഗിക്കുന്ന, അല്ലെ ChatGPT പോലുള്ള ജനൈ ടൂൾസ് ഉപയോഗിക്കുന്ന യൂസേഴ്സും, പിന്നെ ഈ ജനൈയുടെ ലാംഗ്വേജ് മോഡൽസാണ് ജനൈയുടെ പുറകിലുള്ള ടെക്നോളജി എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ബ്രിഡ്ജ്, അതായത് ജനൈക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണം എന്താണ് ചോദ്യം, എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന്. അത് ചോദ്യം അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടണം. അതിന് നമ്മൾ യൂസറിൻ്റെയും ഈ സിസ്റ്റത്തിൻ്റെ ഇടയിൽ ഉള്ള ഒരു മീഡിയേറ്ററാണ് പ്രോംപ്റ്റ് എൻജിനീയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോംപ്റ്റ് എൻജിനീയേഴ്സ് അല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പക്ഷെ അവരാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഡിസൈൻ ചെയ്തിട്ട് അതായിരിക്കും പിന്നെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടി. ഇപ്പം രണ്ടാമത് പറഞ്ഞ കേസാണ് ശരിക്കും പ്രോംപ്റ്റ് എൻജിനീയറിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത്. ഈ ഗുഡ് പ്രോംപ്റ്റും ബാഡ് പ്രോംപ്റ്റും എന്ന് ഉണ്ടല്ലോ, അതെന്താണ്? അതൊരു ഉദാഹരണ സഹിതം ഒന്ന് വ്യക്തമാക്കാമോ? ബാഡ് പ്രോ എന്ന് പറയുന്നത് നമുക്ക് വളരെ വേഗമായിട്ട് അല്ലെങ്കിൽ ജനറിക് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് അല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടത്തില്ല. അതാണ് ബാഡ് പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ചോദിക്കുക, ഒരു സ്റ്റോറി, എനിക്കൊരു കഥ എഴുതി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു കഥ എഴുതിത്തരും. അത് അല്ലെങ്കിൽ അതിന് ടോട്ടലി കൺഫ്യൂസ്, എന്തിനെപ്പറ്റി എഴുതണം, ഏത് കാലഘട്ടത്തെപ്പറ്റി എഴുതണം, ഏത് കോണ്ടെക്സ്റ്റ് എഴുതണം എന്നൊക്കെ. അതേസമയം നമ്മൾ പറയുക, ഒരു മർഡർ കേസ് സോൾവ് ചെയ്ത ഒരു ഡിറ്റക്റ്റീവിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ തീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് ചോദിക്കുക, വളരെ ജനറിക്കാണ്. ബട്ട് അതിനേക്കാളും സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമായിരിക്കും പ്ലാന്റുകളിലെ ഫോട്ടോസിന്തസിസ് എന്താണ്, അതിൽ ക്ലോറോഫില്ലും സൺഷൈനും ഉള്ള പങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ടോപ്പിക്കുമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ നമ്മൾ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം, വളരെ വെയ്ഗ് ക്വസ്റ്റ്യനാണ്. അതേസമയം നമ്മൾ ചോദിക്കുക, ഒരു നല്ല സണ്ണി ഡേയിൽ എന്ത് ആക്ടിവിറ്റി, ഔട്ട്ഡോർ ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനൈ ടൂൾസ് നമുക്ക് കുറേ ഫൺ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുറത്ത് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസൊക്കെ അത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. അപ്പം അങ്ങനെ അതാണ് ഈ പ്രോംപ്റ്റ് എൻജിനീയറിങ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു നല്ല അതായത് ഗുഡ് പ്രോംപ്റ്റ് എഫക്റ്റീവായ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? ഇത് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതുപോലെ ഇതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം അല്ലെ ആൻസർ കിട്ടാൻ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കേണ്ടതെന്നുള്ളത് സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് പ്രോംപ്റ്റ് എൻജിനീയറിങ്ങിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്.
അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം ഈ ചോദ്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാകണം, ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. വളരെ ജനറിക് ആയിട്ട് വെയ്ഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈസ് കൺഫ്യൂസ്ഡ് ആവും, അല്ലെ അത് മനസ്സിലാകാതെ വരും. അതുപോലെ തന്നെ ആണ് ഈ കോണ്ടെക്സ്റ്റുകൾ ഉപയോഗിക്കുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ്. അതുപോലെ എക്സാമ്പിൾസ്, ഇതൊക്കെ വളരെ AI ടൂൾസിനെ ഈ ചോദ്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ കൺസ്ട്രെയിൻസ്, ഇപ്പം ചിലപ്പം ഇത്ര വേർഡ് കണ്ടൻറ്റേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന കണ്ടൻറ്റ് ഏത് ഫോമാണല്ലോ, വീഡിയോ വേണോ, അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ട് മതിയോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇമേജ് ആണോ വേണ്ടത്, അങ്ങനെയൊക്കെയുള്ള അത് നമ്മൾ ആ കൺസ്ട്രെയിൻസ് സ്പെസിഫിക്കായിട്ട് പറഞ്ഞെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല ഏത് ഔട്ട്പുട്ടാണ്, ഏത് ഫോമാറ്റിലാണ് നമ്മൾ ഈ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതായത് ഈ നമ്മൾ ഇപ്പോൾ ഒരു ആൻസർ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസറിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ജനയോട് ചോദിക്കുക. അപ്പം കിട്ടുന്ന ഉത്തരം കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ചതല്ല എങ്കിൽ അതിനെ റിഫൈൻ ചെയ്യുക. റിഫൈൻ ചെയ്ത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ കിട്ടുന്നതും വരെ ചോദ്യത്തെ അല്ലെ പ്രോംപ്റ്റിനെ റിഫൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്ന ചോദ്യം. അങ്ങനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ആ ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അല്ലെ പ്രോംപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ക്രിയേറ്റിവിറ്റിയൊക്കെ നല്ലതാണെങ്കിലും ഈ AIയോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ക്ലാരിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. കാര്യം അത് ചിലപ്പം ക്രിയേറ്റിവിറ്റി കൂടുതലായാൽ അത് കൺഫ്യൂസ്ഡ് ആകാനും അല്ലെങ്കിൽ അതിന് വെയ്ഗായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ എനിവേ, ഇപ്പോൾ AIയും അതിൻ്റെ വേരിയൻസായ ഈ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വളരെ റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പം ഈ നമ്മളുടെ പ്രോംപ്റ്റ് ഒന്നും ഇല്ലാതെ, അല്ലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പോലെ കൂടെ സ്ട്രക്ചർ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചെന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷന്, നമ്മുടെ ജസ്റ്റേഴ്സ്, അല്ലെങ്കിൽ അതിന് ഈ മനുഷ്യരുടെ കൂട്ട് ചോദ്യത്തിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ ആസ് ഓഫ് നൗ അതിനുള്ള ബുദ്ധി ജനറേറ്റ് AIക്കില്ല. അതിനകത്ത് അത് സമാഹരിച്ചിട്ടുള്ള നോളജ് നമ്മൾ ചോദിക്കുന്നതനുസരിച്ചിട്ട് അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു ഇൻ്റലിജൻസേ അതിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ആസ് ഓഫ് നൗ നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ, സ്പെസിഫിക്കായിട്ട് കിട്ടണമെങ്കിൽ, ഡീറ്റെയിൽഡായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്ത പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത സ്ട്രക്ചർ ചെയ്ത പ്രോംപ്റ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നിരാശപ്പെടേണ്ടി വരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അടുത്ത് തന്നെ വേറൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.